നമസ്കാരം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ ഇനി ഇരുട്ടുവീഴും. ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും കരുത്തുറ്റ ആയുധമായ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദൃശ്യമായൊരു മതിൽ തീർത്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹ നിരീക്ഷണ ഏജൻസിയായ പ്ലാനറ്റ് ലാബ്സ് പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയുടെ അതിവ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവാണ് ഈ ഡിജിറ്റൽ ഇരുട്ടടിക്ക് പിന്നിലെന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ മിസൈലുകൾ ഹൈഫ തുറമുഖവും കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലകളും അഗ്നിക്കിരയാക്കുന്നത് ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുത്തതോടെ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രമായ പെന്റഗണും വൈറ്റ് ഹൗസും അക്ഷരാർത്ഥത്തിൽ പ്രകോപിതരായി. ശത്രുപക്ഷത്തിന്, പ്രധാനമായും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും കൃത്യമായി ലക്ഷ്യം വെക്കാനും ഈ ചിത്രങ്ങൾ സഹായിക്കുമെന്ന തിരിച്ചറിവാണ് ട്രംപിനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. വൈറ്റ് ഹൗസിലെ ക്രോസ് ഹാളിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് തന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധത്തിന്റെ തത്സമയ കാഴ്ചകൾ നൽകിയിരുന്ന പ്ലാനറ്റ് ലാബ്സിന്റെ പ്ലാനറ്റ് സ്കോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇനി പശ്ചിമേഷ്യയ്ക്ക് മേൽ നിഷ്ക്രിയമാകും. മാർച്ച് 9 മുതലുള്ള ദൃശ്യങ്ങൾ ആർക്കും ലഭിക്കില്ല. നേരത്തെ 96 മണിക്കൂർ വൈകി മാത്രം നൽകിയിരുന്ന ദൃശ്യങ്ങൾ പിന്നീട് 14 ദിവസമാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അനിശ്ചിതകാല നിരോധനമാക്കി മാറിയിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ദൃശ്യങ്ങൾ വേണമെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ കടുപ്പമേറിയ പരിശോധനകൾക്ക് വിധേയമാകണം. അതീവ ഗുരുതരമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ദൃശ്യങ്ങൾ അനുവദിക്കൂ. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച ആകാശ പോരാട്ടം ഇപ്പോൾ അതിന്റെ പാരമ്യത്തിലാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനു മുകളിൽ അഗ്നി വർഷിക്കുമ്പോൾ തിരിച്ച് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കു നേരെ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും വീഴ്ത്തുകയാണ്. ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന ഓരോ ചിത്രവും ഓരോ സൈനിക രഹസ്യമാണ്. മുൻ നാസ ശാസ്ത്രജ്ഞർ ചേർന്ന് തുടങ്ങിയ പ്ലാനറ്റ് ലാബ്സ് പോലെ തന്നെ മാക്സർ, ബ്ലാസ്കൈ തുടങ്ങിയ ഭീമന്മാരും ഇതേ പാത പിന്തുടരുമെന്നാണ് സൂചന. ഇതോടെ പശ്ചിമേഷ്യയിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ലോകത്തിന് ഇനി ദിവസങ്ങളോ മാസങ്ങളോ കാത്തിരിക്കേണ്ടി വരും. ഭൂമിയെ ഓരോ നിമിഷവും സ്കാൻ ചെയ്യുന്ന നൂറുകണക്കിന് കുഞ്ഞൻ ഉപഗ്രഹങ്ങളുടെ ഉടമകളായ പ്ലാനറ്റ് ലാബ്സിനെ വരുതിയിലാക്കുന്നതോടെ വിവര സാങ്കേതിക വിദ്യയുടെ കാലത്തും ഒരു ഇരുമ്പുമുറ തീർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. യുദ്ധം അവസാനിക്കും വരെ പശ്ചിമേഷ്യൻ ആകാശം ഇനി നിഗൂഢമായി തുടരും. ശത്രുക്കളുടെ കണ്ണുകെട്ടി സ്വന്തം നീക്കങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ട്രംപിന്റെ ഈ നീക്കം ആധുനിക യുദ്ധചരിത്രത്തിലെ ഏറ്റവും വലിയ നിശബ്ദ വിപ്ലവമായി മാറുകയാണ്. അത്യാധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഈ യുഗത്തിൽ വിവര സാങ്കേതിക വിദ്യ എങ്ങനെ ഒരു ആയുധമായും അതേസമയം ഒരു തടസ്സമായും മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്ലാനറ്റ് ലാബ്സിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അപ്രതീക്ഷിത നിയന്ത്രണം. വെറും ചിത്രങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ കവചങ്ങളെ തുളച്ചു കയറാൻ ശത്രുക്കൾക്ക് സഹായിക്കുന്ന ഡിജിറ്റൽ ഭൂപടങ്ങളായി ഈ ഉപഗ്രഹ ദൃശ്യങ്ങൾ മാറിയതാണ് വൈറ്റ് ഹൗസിനെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. യുദ്ധഭൂമിയിലെ ഓരോ ചലനവും സെന്റിമീറ്ററുകളുടെ കൃത്യതയോടെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള നൂറുകണക്കിന് ചെറിയ ഉപഗ്രഹങ്ങൾ പ്ലാനറ്റ് ലാബ്സിനുണ്ട്. സാധാരണഗതിയിൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനും കൃഷിക്കും മറ്റുമായി ഉപയോഗിച്ചിരുന്ന ഈ സാങ്കേതിക വിദ്യ പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങളെ പരസ്യപ്പെടുത്തുന്ന സാഹചര്യം സംജാതമാക്കി. മുൻപ് ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിൽ വരുത്തിയിരുന്ന കാലതാമസം ശത്രുപക്ഷത്തിന്റെ ആക്രമണങ്ങളെ തടയാൻ പര്യാപ്തമല്ലെന്ന് കണ്ടതോടെയാണ് ഇനി കാണേണ്ടതില്ല എന്ന കർക്കശമായ നിലപാടിലേക്ക് ട്രംപ് ഭരണകൂടം എത്തിയത്. മാക്സർ, ബ്ലാസ്കൈ തുടങ്ങിയ ആഗോള ഏജൻസികളെ കൂടി ഈ നിയന്ത്രണ വലയത്തിലേക്ക് കൊണ്ടുവരുന്നതോടെ പശ്ചിമേഷ്യൻ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാനുള്ള ഏകജാലകം ലോകത്തിനു മുന്നിൽ എന്നേക്കുമായി അടയുകയാണ്. സുതാര്യതയേക്കാൾ ഉപരി ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഈ ഇൻഫർമേഷൻ ബ്ലാക്കൌട്ട് ആധുനിക യുദ്ധ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത നടപടിയായി മാറിക്കഴിഞ്ഞു. സത്യവും മിഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത് അതീവ ഗൗരവകരമായ ഒരു രാഷ്ട്രീയ നീക്കമായി വേണം വിലയിരുത്താൻ. വിവര സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം എന്ന അവകാശവാദത്തോടെയാണ് പ്ലാനറ്റ് ലാബ്സിനെ പോലെയുള്ള സ്വകാര്യ ഉപഗ്രഹ ഏജൻസികൾ ലോകശ്രദ്ധ നേടിയത്. എന്നാൽ യുദ്ധം മുറുകുമ്പോൾ ഇത്തരം സ്വകാര്യ ഏജൻസികൾ പോലും വൻശക്തികളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും സൈനിക രഹസ്യങ്ങൾക്കും വഴിപ്പെടേണ്ടി വരുന്നു എന്നത് ആധുനിക ലോകത്തിന്റെ നിസ്സഹായതയാണ് വിളിച്ചോതുന്നത്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകളിലും തുറമുഖങ്ങളിലും ഏൽപ്പിച്ച ആഘാതം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടത് ഇത്തരം ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെയായിരുന്നു. ഇത് പ്രതിരോധത്തിന്റെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ഭയമാണ് ട്രംപ് ഭരണകൂടത്തെ ഇത്തരം ഒരു കടുത്ത സെൻസർഷിപ്പിലേക്ക് നയിച്ചത്. സൈനിക സുരക്ഷ എന്നതിലുപരി യുദ്ധത്തിന്റെ ഗതി തങ്ങൾക്ക് അനുകൂലമായി മാത്രം ചിത്രീകരിക്കാനുള്ള ഒരു വിവര യുദ്ധം കൂടിയാണിത്. സ്വതന്ത്രമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാതാകുമ്പോൾ യുദ്ധത്തിന്റെ യഥാർത്ഥ ദുരന്തങ്ങളും നാശനഷ്ടങ്ങളും പുറംലോകം അറിയാതെ പോവുകയും ഔദ്യോഗിക പത്രക്കുറിപ്പുകൾ മാത്രം സത്യമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതോടെ പശ്ചിമേഷ്യൻ മണ്ണിലെ ചോരപ്പുഴകളും നാശനഷ്ടങ്ങളും ഉപഗ്രഹ കണ്ണുകൾക്ക് പോലും അദൃശ്യമായി മാറുന്ന ഒരു ഭീകരമായ ബ്ലാക്കൌട്ട് യുഗത്തിലേക്കാണ് നാം കടന്നുപോകുന്നത്.
സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യനന്മയ്ക്കോ അതോ വൻശക്തികളുടെ അധികാരം സംരക്ഷിക്കാനോ എന്ന ചോദ്യം ഈ നീക്കം ബാക്കി വെക്കുന്നു. വരും ദിവസങ്ങളിൽ മാക്സർ ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികൾ കൂടി ഈ വഴി പിന്തുടരുന്നതോടെ ആഗോള സമൂഹം ഒരു വാർത്താ ശൂന്യതയിലേക്ക് തള്ളിപ്പെടുമെന്നത് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ പുകപടലങ്ങൾ ഉയരുമ്പോൾ അതിന് മുകളിലൂടെ ആകാശം പെട്ടെന്ന് നിശബ്ദമാക്കപ്പെടുന്നത് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ വിവര വെല്ലുവിളിയാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ തടയാനുള്ള സൈനിക തന്ത്രമായി അമേരിക്കൻ ഭരണകൂടം ഇതിനെ വ്യാഖ്യാനിക്കുമ്പോഴും യുദ്ധത്തിന്റെ ഭീകരതയും മാനുഷിക പ്രത്യാഘാതങ്ങളും ലോകത്തിനു മുൻപിൽ അദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയെന്ന് നാം വിശ്വസിക്കുമ്പോഴും വൻശക്തിയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആ സാങ്കേതിക വിദ്യയെ എപ്പോൾ വേണമെങ്കിലും നിശ്ചലമാക്കാം എന്ന കൈപ്പേറിയ സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വിവരശേഖരണത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയായ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളെ വരുതിയിലാക്കുന്നതിലൂടെ പശ്ചിമേഷ്യൻ സംഘർഷഭൂമിയിൽ പൂർണ്ണമായ ഒരു വിവരശൂന്യത സൃഷ്ടിക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. സാധാരണഗതിയിൽ യുദ്ധസമയങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കും മനുഷ്യാവകാശ സംഘടനകൾക്കും തത്സമയ വിവരങ്ങൾ നൽകിയിരുന്നത് പ്ലാനറ്റ് ലാബ്സിനെ പോലെയുള്ള സ്വകാര്യ ഏജൻസികളായിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ കർക്കശ നിലപാട് യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറം ലോകം അറിയുന്നത് തടയുന്ന ഒരു ഡിജിറ്റൽ കർട്ടനായി പ്രവർത്തിക്കുന്നു. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകളിലും ഹൈഫ തുറമുഖത്തും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യമായ ആഘാതം വെളിപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളായിരുന്നു. ഇത്തരം ദൃശ്യങ്ങൾ ശത്രുപക്ഷത്തിന് തങ്ങളുടെ ആക്രമണങ്ങളുടെ ഫലപ്രാപ്തി അളക്കാനും അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കുന്നു എന്ന കണ്ടെത്തലാണ് പെന്റഗണിനെ ചൊടിപ്പിച്ചത്. ഇതോടെ പ്ലാനറ്റ് ലാബ്സ് മാത്രമല്ല, വരും ദിവസങ്ങളിൽ മാക്സർ, ബ്ലാക്ക് സ്കൈ തുടങ്ങിയ വൻകിട കമ്പനികളും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർബന്ധിതരാകും. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ പോരാട്ടം ഇപ്പോൾ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ആകാശക്കണ്ണുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് വഴി യുദ്ധത്തിന്റെ ഗതി തന്നെ നിഗൂഢമാക്കപ്പെടുകയാണ്. യുദ്ധഭൂമിയിൽ നിന്നുള്ള നാശനഷ്ടങ്ങളുടെയും മനുഷ്യത്വ വിരുദ്ധമായ കാഴ്ചകളുടെയും ഒഴുക്ക് നിയന്ത്രിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ട്. സാങ്കേതിക വിദ്യ ഇത്രമേൽ വളർന്നിട്ടും ഒരു വൻശക്തിയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ ആഗോള നിരീക്ഷണ സംവിധാനങ്ങൾ നിശ്ചലമാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും സെന്റിമീറ്റർ കൃത്യതയോടെ സ്കാൻ ചെയ്തിരുന്ന ഉപഗ്രഹങ്ങൾ ഇനി മുതൽ നിശ്ചിത മേഖലയിൽ അന്ധമായി തുടരും. ഇത് യുദ്ധ റിപ്പോർട്ടിങ്ങിനെ പ്രതിസന്ധിയിലാക്കുമെന്നത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകളുടെ വിശ്വാസ്യതയെ പോലും ബാധിച്ചേക്കാം. സത്യം മൂടിവെക്കപ്പെടുന്ന യുദ്ധക്കളങ്ങളിൽ നിന്ന് ഇനി എന്ത് വാർത്തകൾ പുറത്തുവരുമെന്നത് ആഗോള സമൂഹം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ ആകാശം നിഗൂഢതകളാൽ മൂടപ്പെടുമ്പോൾ അത് വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണോ അതോ പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള തന്ത്രമാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. പ്ലാനറ്റ് ലാബ്സിന്റെ ഈ പിൻവാങ്ങൽ വാണിജ്യപരമായ തീരുമാനം മാത്രമല്ല, ഡിജിറ്റൽ യുദ്ധതന്ത്രങ്ങളുടെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. ഉപഗ്രഹ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം യുദ്ധഗതിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇത് എത്രത്തോളം തന്ത്രപരമായ മേൽക്കോയ്മ നൽകുന്നുവെന്നും വരും ആഴ്ചകളിൽ വ്യക്തമാക്കും. സത്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ക്കുന്ന ഈ വേളയിൽ ഇരുട്ടിലേക്ക് മറയുന്ന യുദ്ധക്കാഴ്ചകൾ സമാധാനത്തിലേക്കുള്ള ദൂരമാണോ അതോ വലിയൊരു വിപത്തിന്റെ മറയാണോ എന്നത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ അദൃശ്യമാകുന്നതോടെ പശ്ചിമേഷ്യൻ മണ്ണിലെ സാധാരണക്കാരുടെ നിലവിളികൾ ആഗോള മനസാക്ഷിയിലേക്ക് എത്താതിരിക്കുമോ എന്ന ആശങ്കയും ബാക്കിയാണ്. സാങ്കേതിക വിദ്യയുടെ ഈ ബ്ലാക്ക് ഔട്ട് യുഗത്തിൽ ലോകം ഇനി കാത്തിരിക്കേണ്ടത് ആകാശം വീണ്ടും തെളിയുന്ന ആ നിമിഷത്തിനായാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.